ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ അമ്മേ, എനിക്കറിയാം നമ്മളിപ്പോൾ ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 28 ദിവസത്തോളം കഴിഞ്ഞിട്ടാണ്, ഒരു മാസം എന്ന് കൂട്ടെ, 28 ദിവസം എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു മാസം ആയല്ലോ. അപ്പം ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെയും വന്നിട്ട് ഈ എൻ്റെ മറ്റേ കൂതറച്ചിലെ ഹാൻഡ് എവരി വൺ പറഞ്ഞു തുടങ്ങണത്. 28 ദിവസത്തെ ജേണി നിങ്ങളോട് പറയാനുണ്ട്. എന്താണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്, ഞാൻ എവിടെയാണ്, ഞാൻ താഴെയായിരുന്നു, മുകളിലായിരുന്നു, ഞാൻ ചത്തിട്ടില്ല, ഓബിയസ്ലി ഞാൻ ഇപ്പുണ്ടല്ലോ. അപ്പം കുറേ വിശേഷങ്ങൾ പറയാറുണ്ട്. അപ്പം ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഐ എം ബാക്ക് സോറി വേറെ വേർഡ്സ് ഒന്നും പറയാൻ പാടില്ല. ഐ എം ബാക്ക്. ഒരു മാസമായിട്ടുള്ള കഥകൾ മൊത്തം നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ മാക്സിമം ഞാൻ എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ ഷോർട്ടാക്കി ബ്രീഫാക്കിയിട്ട് പറയാം. പക്ഷെ എനിക്ക് നിങ്ങൾ അറിയണമെന്നുണ്ട് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്, എന്തൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ പൊക്കോണ്ടിരുന്നത്, ഞാൻ എന്തൊക്കെയാണ് അണ്ടർഗോ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇപ്പം എന്തായാലും എല്ലാം സെറ്റായി ഓൾറൈറ്റ് ആണ്. അപ്പം നിങ്ങൾക്കറിയാലോ എൻ്റെ അക്കൗണ്ട് ഹാക്കായിരുന്നു. ദൈവമേ, ആ ഹാക്ക് ചെയ്തവൻ എൻ്റെ ദൈവമേയോ. നമ്മൾ ബിഗ് ബോസിൽ ജാൻമണിയൊക്കെ എന്ന് പറയുന്ന പോലെ ഉണ്ട്, നശിച്ച് പോണെന്ന് പറഞ്ഞ പോലെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ആലോചിക്കുന്നതിൽ തെറ്റുണ്ടോ ഗൈസ്? ഇങ്ങനെ ആലോചിക്കുന്നതിന് എന്തിനും തെറ്റുണ്ടോ? നിങ്ങൾ പറ. ഒരു തെറ്റ് എനിക്ക് തോന്നണില്ലേ. വെറുതെ അതിൽ കൂടെ ഒരു ഉപദ്രവവും ചെയ്യാണ്ട് സൈഡിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന ഞാനാണ്. ആർക്കും ഒരു ഉപദ്രവം ചെയ്യാണ്ടിരുന്നത്. എന്നിട്ട് എന്നെ തന്നെ സെലക്ട് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ പറ. ഇല്ല, ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞാൽ ആവശ്യമില്ല എന്ന് തന്നെ പറഞ്ഞാൽ മതി. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് ഹാക്കായിട്ടുണ്ടായിരുന്നു. എന്നാണ് മെയ് 15 എൻ്റെ അക്കൗണ്ട് ഹാക്കായത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കുറേ പ്രവീൺ പ്രണവ് അവരുടെയൊക്കെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ഇൻസ്റ്റഗ്രാം ആയിരുന്നു ഹാക്കായെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹാപ്പി ഫാമിലി, ഇവരുടെയൊക്കെ ഹാക്കായ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്, റിക്കവറായി കിട്ടിയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അധികം ഇരുന്ന് ഹാക്കിങ്ങിനെ പറ്റി ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ബൈ ദ വേ ഞാനിപ്പം ഈ വീഡിയോയ്ക്ക് വേണ്ടി ഒരുങ്ങിയതാണ് കേട്ടോ. കാരണം എനിക്ക് ഉണ്ടായിരുന്നു, ഒരു മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നല്ലോ. അപ്പം വൃത്തിയുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ഇതിൻ്റെ ഗെറ്റ് റെഡി വീഡിയോ ഒക്കെ ഞാൻ എടുത്തിടും. കാരണം എനിക്ക് അത്ര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. നിങ്ങളൊക്കെ ഞാൻ ഭയങ്കരമായിട്ടും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്നെ മിസ് ചെയ്തു എന്ന് പറയണം ഗൈസ്, പ്ലീസ് പറയണം നിങ്ങൾ. അപ്പം മെയ് 15 നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ആവുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പ്രൊമോഷൻ്റെ, ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർക്ക് ലിങ്ക് ഞെക്കുക അങ്ങനെയൊക്കെയാണ് ഹാക്ക് ആവുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നമുക്കറിയാം, നമുക്ക് സ്വന്തമായിട്ട് നടക്കുമ്പോഴേ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥയും എന്താണ് ശരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. അപ്പോൾ എനിക്കൊരു പ്രൊമോഷൻ്റെ മെയിൽ വന്നു. എവിടുന്ന്? സ്റ്റാർബക്സിൻ്റെ ഒരു പ്രൊമോഷൻ, ഒരു കൊളാബറേഷൻ്റെ ഒരു സാധനം വന്നു. അപ്പം ഞാൻ ഓർത്ത് സ്റ്റാർബക്സിൻ്റെയോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കി. അപ്പം ഭയങ്കര ഇതായിട്ടോ അവർ ചെയ്തേക്കണത്. എന്താ പറയുക, ലൈക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഒന്നും പറയുന്നില്ല ഞാനിനി ഇങ്ങനെ ആക്കി പറയുന്നില്ല. അവർ സ്റ്റാർബക്സിൻ്റെ കറക്റ്റ് ലോഗോയും എല്ലാം വെച്ച് അവർ ചെയ്തു. അപ്പം എന്നോട് എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു ഈ ഇമെയിലിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അതൊക്കെ സെറ്റായി ഞാൻ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെനിക്ക് എന്താ പറയുക കൊളാബറേഷൻ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു. ഇതൊക്കെയാണ്, ഈ വീഡിയോ ആണ്, ഇങ്ങനെയൊക്കെയാണ്, ഇതാണ് റെമ്യൂണറേഷൻ എന്നൊക്കെ കണ്ടത്. അപ്പോൾ റെമ്യൂണറേഷൻ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്തി, ഈ റെമ്യൂണറേഷൻ ഇത്രയോ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ എൻ്റെ ചേച്ചിയോടും അപ്പയോടും അമ്മയോടൊക്കെ ഇങ്ങനെ ഞാൻ ചോദിച്ചു, ഇത്ര റെമ്യൂണറേഷനൊക്കെ വരുമോ? പിന്നെ പെട്ടെന്ന് നമ്മൾ ഓർക്കണം ഇന്റർനാഷണൽ ബ്രാൻഡല്ലേ, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഓർത്തത്. അല്ലാണ്ട് നമ്മൾ ആലോചിക്കണില്ല. ഇപ്പോഴാണ് നമ്മൾ കുറേയൊക്കെ ഈ ഒരു മാസം ഞാൻ ഇരുന്ന് പഠിച്ച് എന്തൊക്കെയാണ്. കാരണം നമുക്ക് ഇനി ഒരു തട്ടിപ്പ് ഉണ്ടാവാൻ പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിരുന്നത് നോക്കി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് അറിഞ്ഞു വെക്കണമല്ലോ. അപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ആണെങ്കിൽ ഇവർ പറഞ്ഞു ഇങ്ങനെയാണ് റെമ്യൂണറേഷൻ. റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പൈസ അറിയാലോ. അപ്പോൾ കോമ്പൻസേഷൻ ഇതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, ആ എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ട് നമ്മൾ തിരിച്ചയക്കണം എന്ന് പറഞ്ഞു. അപ്പം നമ്മളൊരു ചെയ്യുന്ന സമയത്ത് ഓക്കെ ഫൈൻ, എഗ്രിമെൻറ്റ് സ്റ്റാർബക്സ് ഇൻ്റർനാഷണൽ ബ്രാൻഡ് ആയതുകൊണ്ടായിരിക്കും എഗ്രിമെൻ്റ് എന്നുള്ള രീതിയിൽ വന്നു. അപ്പം ഞാനാണെങ്കിൽ ആ ഫയൽ തുറക്കാൻ നോക്കിയിട്ട് ഡെസ്ക്ടോപ്പിൽ എനിക്ക് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ കുറേ ട്രൈ ചെയ്തു. ഞാനാണെങ്കിൽ ജെന്യൂൻലി ഞാൻ ആലോചിക്കും ഇതെന്താണ് വരാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്തപ്പോൾ ഞാൻ ട്രൈ ചെയ്തു, എനിക്ക് കിട്ടണില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ചോദിച്ചാൽ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എനിക്ക് മനസ്സിലാവണില്ല, ഇതെന്താ എനിക്ക്. കാരണം ഞാൻ ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്തിട്ട് കിട്ടണമല്ലോ, ഇനി എന്താ ഇതിക്കുള്ളിൽ ചെയ്യാന്നുള്ള രീതി ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ എല്ലാ അടവുകളും ട്രൈ ചെയ്ത് ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പം അതിൻ്റെ കൂടെ ഇവർ വേറെ സ്റ്റാർബക്സിൻ്റെ എന്തൊക്കെയോ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുള്ള വേറെ ഫയൽസ് ഉണ്ട്, അതൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ അഡ്വർടൈസിംഗ് ആൻഡ് പേയ്മെൻറ്റ് എഗ്രിമെൻറ്റ് മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അത് കമാൻഡ് പ്രോപ്റ്റ് ഒരു ബാറ്റ് ഫയൽ പോലത്തെ ഒരു ഫയലായിരുന്നു. ആ ഫയലിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും.
അപ്പം അങ്ങനെ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ അതിങ്ങനെ ഒരു ബ്ലാക്ക് സ്ക്രീൻ ഇങ്ങനെ വന്നു. എന്നിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു, പോയി. എന്നിട്ട് ഇങ്ങനെ ഇൻസ്റ്റോൾ പവർ ഷെൽ അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പം ഞാൻ എന്നാ വെച്ചാൽ പവർ ഷെൽ എന്താണെന്ന് ഞാൻ പിന്നെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുവാണ്, ഇതെന്താണ്. അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ആലോചിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ ഇത് നടക്കുന്നതിൻ്റെ ഒരു മൂന്നാല് ദിവസം മുമ്പായിരിക്കും, കുറച്ച് ദിവസം മുമ്പ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ പോലെയോ എന്തോ എനിക്ക് വന്നു. ഇങ്ങനെ എൻ്റെ അക്കൗണ്ട് എങ്ങാനും എന്തെങ്കിലും പറ്റുമോ, എൻ്റെ അക്കൗണ്ട് എന്തെങ്കിലും ഹാക്കിങ്ങോ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഒരു തോട്ട്, ശരിക്കും ഇത് തള്ളുകയല്ല, സത്യമായിട്ട് തള്ളുകയല്ല, ശരിക്കും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സംഭവം വന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഇനി ഹാക്ക് ചെയ്ത് ഞാൻ എന്താ ചെയ്യുക, എങ്ങനെയായിരിക്കും ഹാക്ക് ചെയ്യുന്നുണ്ടാവുക, നമ്മളെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നേരെ പോയി കുഴി ചാടിയത്. അപ്പം ഇങ്ങനത്തെ ഒരു തോട്ടൊക്കെ എനിക്ക് വന്ന സമയത്താണെങ്കിലും ഈ ഹാക്ക് ആയപ്പോൾ ഐ വാസ് ആക്ച്വലി തിങ്കിങ്, ദൈവമേ ഞാനിത് ഒരു കുറച്ച് ദിവസം മുമ്പാണല്ലോ ആലോചിച്ച് ഇങ്ങനെ വല്ലതും നടക്കുമോ, ഞാൻ ലിറ്ററലി അത് നടന്നു. അപ്പം ഇങ്ങനെയൊക്കെ എനിക്ക് ഒരു കഴിവുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെ ആലോചിക്കും, എന്തെങ്കിലുമൊക്കെ ആലോചിക്കണം. അപ്പം അങ്ങനെ ഈ ഫയൽ തുറന്നു, പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. അപ്പോൾ അവർ പാസ്വേഡൊക്കെ ചോദിച്ച് ഫയലൊക്കെ തുറന്നു. അങ്ങനെ ഫയൽ തുറന്ന് ഇങ്ങനെയായി. ഇപ്പം ഞാൻ പുറത്ത് പോയേക്കുമായിരുന്നു. അപ്പം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ മെയിലിൽ ഇങ്ങനെ മെസ്സേജ് വന്നു, നിങ്ങളുടെ പാസ്വേഡ് മാറി, 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ മാറി, ഇത് മാറി, അത് മാറി എന്നൊക്കെ. ഞാനിങ്ങനെ ഫോൺ നോക്കിയിട്ട് ഇങ്ങനെ ലിറ്ററലി ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം പെട്ടെന്ന് സ്ട്രൈക്ക് എനിക്ക് അപ്പോൾ കത്തി, ഇത് ഹാക്കേഴ്സാണ്, ഇത് സ്കാം ആണ്, ഞാനിതിൽ പെട്ടുപോയില്ലെന്നുള്ള തോട്ട് വന്നു. ഞാൻ നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി ഒരു അറ്റാക്ക് അരച്ചിൽ. അപ്പം അമ്മ അപ്പം എവിടെ ഇരുന്നിട്ട് എന്താ അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്ത്, എൻ്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്ത്. ഇങ്ങനെ എനിക്ക് സംസാരിക്കാനും പറ്റുന്നില്ല, എൻ്റെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്ത് പോയി എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം അമ്മയാണെങ്കിൽ ഇല്ല, നീ ഇരുന്ന് നോക്ക്, നീ മര്യാദയ്ക്കിരുന്ന് നോക്കിയാലല്ലേ മനസ്സിലാവുള്ളൂ, നീ സൈൻ ഇൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ലിറ്ററലി എനിക്ക് എൻ്റെ ഇമെയിൽ ആക്സസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് പോയി, എൻ്റെ സ്റ്റുഡിയോ പോയി, എല്ലാം പോയി. എനിക്ക് ആക്സസ് ചെയ്യാനേ പറ്റുന്നില്ല. അപ്പം ആ അക്കൗണ്ട് അപ്പം എനിക്ക് മനസ്സിലായി, കത്തം സ്റ്റോറി, എൻ്റെ സ്റ്റോറി എന്നുള്ള രീതിയിൽ ഞാൻ എടുത്ത് അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് ഹാക്ക് ചെയ്തു, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇമെയിൽ ഐ ഡി എൻ്റെ അല്ലാത്ത പോലെയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ നിന്ന് ആ ഇമെയിൽ ഐ ഡി ഓട്ടോമാറ്റിക്കലി പോയി. അപ്പം ഞാൻ ലിറ്ററലി ഫ്രീക്കോട്ടെ, എനിക്ക് ചിന്തിക്കാൻ പറ്റണില്ല എന്താ ചെയ്യേണ്ടത്. ഭയങ്കര ഇമോഷണൽ ഇങ്ങനെ നമ്മൾ ഞാൻ കരഞ്ഞു, ഞാൻ ആർത്ത് വിളിച്ച് കരഞ്ഞോണ്ടിരിക്കുക, ദൈവമേ എന്താ ഇതെന്നുള്ള രീതിയിൽ. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങളെൻ്റെ ജേർണി ഫസ്റ്റ് തൊട്ട് കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ 1.5 വർഷത്തോളമായി. ഞാൻ എനിക്കിഷ്ടമാണ് കണ്ടന്റ് ഉണ്ടാക്കിയിടുന്നത്, എനിക്കിഷ്ടമാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കണതും നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യണതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആക്ച്വലി ഒരു പണിയാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മളൊരു വർക്ക് ചെയ്യണം, നന്നായി ഹാർഡ് വർക്ക് ചെയ്താലാണ് നമുക്കിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയി നിൽക്കാൻ പറ്റുക. അപ്പം ഞാൻ ശ്രമിക്കുന്ന ഒരാളാണ്, ഞാൻ പെർഫെക്റ്റ് ആയി ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷെ ഞാൻ ശ്രമിക്കാറുണ്ട് എനിക്ക് നിങ്ങളോട് എപ്പോഴും സംസാരിച്ച് നിങ്ങളോട് ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ബിൽഡ് ചെയ്ത് വന്ന് എൻ്റെ ആൾക്കാരെ ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് മൊത്തത്തിൽ പോയോ ദൈവമേ എന്നുള്ള തോട്ടാണ് എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പം അമ്മയോടും അപ്പയോടും എനിക്ക് അപ്പം ദേഷ്യവും സങ്കടമൊക്കെ ഞാൻ അമ്മയോടും അപ്പയോടൊക്കെ ഇരുന്ന് ദേഷ്യപ്പെടുകയാണ്. ചേച്ചി വിളിച്ചു, ചേച്ചിയോട് ദേഷ്യപ്പെടുന്നു, ചേട്ടൻ വിളിച്ചു, ചേട്ടനോട് ദേഷ്യപ്പെട്ടില്ല. അപ്പം എല്ലാവരോടും ഇങ്ങനെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് എനിക്ക് തലയിൽ കൂടെ ഒന്നും ഓടുന്നില്ല. എനിക്ക് എന്താ പറയുക, സ്റ്റേബിളായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം മിക്സ്ഡ് ആയിട്ട് കിടക്കുകയാണ് മൊത്തത്തിൽ. അപ്പം അമ്മയാണെങ്കിൽ നീ കൂൾ ഡൗൺ ആവും, എനിക്ക് എന്ത് കൂൾ ഡൗൺ പോയി കിടക്കുമ്പോഴാണ് കൂൾ ഡൗൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കണം. അപ്പം അങ്ങനെ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയത്തില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്റ്റോറി ഇട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഹാക്കായി, ഇനി ആ യൂട്യൂബ് അക്കൗണ്ടിൽ വീഡിയോസ് വല്ല വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഞാനല്ല. കാരണം ഞാനല്ലല്ലോ, ഒബ്വിയസ്ലി ഞാനല്ലല്ലോ. അപ്പം എന്നിട്ടാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നാണ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ ക്ലോസ് ഫ്രണ്ടിൻ്റെ മോനാണ് വാക്ക് വിത്ത് ആൽബി. നിങ്ങൾക്ക് വാക്ക് വിത്ത് ആൽബി എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയണ്ടാവും. അപ്പോൾ ആൽബി ഇങ്ങനെ എന്നോട് പറഞ്ഞു, ആൽബിക്ക് അറിയാവുന്ന ഒരാളുണ്ട്, ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ റിക്കവർ ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ. അപ്പം അഡ്വക്കേറ്റ് ജിയാസ് ജമലാണ് എനിക്കിത് ചെയ്തു തന്നത്. അപ്പം അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. അത് ആദ്യം നമ്മളത് കൊടുത്തു, എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങളായത്, റെഡിയാവുന്നില്ല. ഇങ്ങനെ എൻ്റെ ദൈവമേ, ഞങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു 5 ദിവസത്തിൽ റെഡിയാവും, മാക്സിമം ഒരാഴ്ചയിൽ റെഡിയാവും എന്നാണ്. കാരണം അറിയാവുന്നവരാണെങ്കിലും ഇപ്പം ഇതിങ്ങനെ നടന്ന സമയത്ത് കുറച്ച് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും ഇങ്ങനെ എനിക്ക് അറിയാവുന്ന ക്രിയേറ്റേഴ്സ് ഇങ്ങനെ പറഞ്ഞു, ഇത് കിട്ടേണ്ടതാണല്ലോ, ഈ സമയത്തിനുള്ളിൽ കിട്ടേണ്ടതാണ്. അപ്പം എനിക്ക് പിന്നെ ടെൻഷനായി. ഞാൻ ദൈവമേ, എൻ്റെ കയ്യിൽ നിന്നെങ്ങാനും ഈ സാധനം പോവോ. എൻ്റെ മനസ്സിൽ ഫുൾ ഉണ്ടായിരുന്നത് ഈ എൻ്റെ യൂട്യൂബ് ചാനൽ എങ്ങാനും എൻ്റെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ
എൻ്റെ കയ്യിൽ നിന്ന് പോവുമോ, എനിക്കിത് കിട്ടത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ ആയപ്പോൾ തന്നെ ഞാൻ എന്നിട്ട് രാത്രി പാർവതിയുടെ ഒക്കെ കൂടെ, പാർവതിക്ക് ഇവിടെ ഉണ്ട്, അതിൻ്റെ കഥകളൊക്കെ നിങ്ങൾ എനിക്ക് കാണാൻ പോകുന്നുണ്ട്. ഒരു മാസത്തെ മിസ്സൗട്ട് ചെയ്ത കാര്യങ്ങൾ മൊത്തം ഉണ്ട് പറഞ്ഞുതരാം. അപ്പോൾ പാർവതിക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ അവളും ഞാനും ഞങ്ങൾ വേറെ 2 ഫ്രണ്ട്സും കൂടെ ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോയി. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോകുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. ആരെങ്കിലും വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും. അപ്പോൾ ഇവരെ പറഞ്ഞു നിർത്തിക്കോ, മതി, നിൻ്റെ കണ്ണി വെള്ളം മതിയായിരിക്കും, നീ ചില്ലേ, നീ ഒന്ന് കാമാവും. പക്ഷെ എനിക്ക് കാമാവാൻ പറ്റണില്ല. അപ്പോൾ അങ്ങനെ എന്താ പറ്റിയത്, എന്തായിരുന്നു പിന്നെ പറ്റിയത്, ഞാൻ ആലോചിച്ചെടുക്കുക, അവിടെ തൊട്ട് ആലോചിക്കണമല്ലോ എന്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചൊന്ന് സമാധാനമാകാൻ വേണ്ടി പുറത്ത് പോയതാണ്. പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വന്നു. എന്നിട്ട് പിന്നെ ഉടനെയാണ് ഇങ്ങനെ ലൈക്ക് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു ഇങ്ങനെ ഹാക്കായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പം അമ്മയാണ് നോക്കിയത് കേട്ടോ. അപ്പോൾ അമ്മ നോക്കുമ്പം എൻ്റെ അക്കൗണ്ട് യൂട്യൂബിൽ കാണുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെയും ഫ്രീ കണ്ടു. ഞാൻ ഓർത്ത് ദൈവമേ എൻ്റെ അക്കൗണ്ട് എവിടെ, ബിക്കോസ് അതിന് മുമ്പ് ഒരു 10-15 വീഡിയോസ് ഗെയിമിങ്ങിൻ്റെ എന്തോ വീഡിയോസ് ആരിട്ടു, ഈ ഹാക്കേഴ്സ് എന്നെ എന്തൊക്കെ ഇട്ടു തുടങ്ങി. അപ്പം ഇത് ലൈക്ക് എന്നെ അറിയാവുന്നവർക്ക് അറിയേണ്ടത് എന്തായാലും ഞാൻ ഇട്ടിട്ടുണ്ടാവുക, കാരണം ഞാനും ഗെയിമിംഗ് ആയിട്ടൊരു ബന്ധമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗെയിമിംഗ് ചെയ്യാത്ത ഒരാളാണ്. അപ്പം ഞാൻ ഇത് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോൾ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നിയൊരു ഏറ്റവും ഒരു വൃത്തിയായിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഹാക്കായി എന്ന് പറയുമ്പം, ഹാക്കായി നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയൊരു സാധനം ഹാക്കായി എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് വിഷമം ഉണ്ടാവുമെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവേണ്ടത് ഒരു കോമൺ സെൻസ് ആണല്ലോ. അതിൻ്റെ അകത്ത് ചിലവർ ഞാൻ പറഞ്ഞിങ്ങനെ റാൻഡം ഗെയിമിംഗ് വീഡിയോസ് ഇടാന്നൊക്കെ പറയുമ്പോൾ ചിലവരാണെങ്കിൽ ഇത് റാൻഡം ഗെയിമിംഗ് വീഡിയോസിൽ ഇത് ഭയങ്കര പൊളി ഗെയിമിംഗ് ആണ്. എനിക്കുണ്ടല്ലോ എനിക്കങ്ങ് കയറി വന്നു. നിങ്ങൾ ശരിക്കും മനുഷ്യരാണോ? വേറൊരാൾ ഒരു ക്രൈസിസിൽ കൂടി പോകുമ്പോൾ അതെടുത്ത് കളിയാക്കി തിരിച്ചിട്ട് ചോദിക്കുക, അയ്യോ ഇതവർ പോസ്റ്റ് ചെയ്തേക്കുന്ന റാൻഡം ഗെയിമിംഗ് ഒന്നും അല്ല, ഇത് നല്ല പൊളി ഗെയിമിംഗ് ആണെന്നൊക്കെ. എൻ്റെ ആഞ്ജലി സ്വാമികളെ, എനിക്കാണെങ്കിൽ ഇങ്ങനെ പിന്നെ എന്ത് പറയാൻ ഇങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ. അതുപോലെ തന്നെയാണെങ്കിൽ ബാക്കി കുറേ പേർക്ക് വൻ പുച്ഛം. ഓ ഇത് ഹാക്കായോ, നിന്റെ അക്കൗണ്ട് ഹാക്കായോ എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര പുച്ഛം. നമ്മളത് കേൾക്കാം അങ്ങനെ. പക്ഷെ നമ്മൾ ആ ക്രൈസിസിലിരിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ എന്ത് നമ്മൾ എഫക്റ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞാലും ചിലപ്പം നമ്മളിങ്ങനെ ആലോചിക്കും എന്താ ഈ മനുഷ്യരൊക്കെ ഇങ്ങനെയാന്നുള്ള രീതിയിൽ. അങ്ങനെ അതിനുശേഷം യൂട്യൂബിൽ നിന്ന് വീഡിയോ പോയി യൂട്യൂബിൽ നിന്ന് എൻ്റെ ചാനൽ പോയി. അപ്പോൾ പിന്നെ അടുത്തത് ഞാൻ പിന്നെ ടെൻഷൻ അടിച്ച് പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്താ നടക്കണം. അതിൻ്റെ കൂടെ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറച്ച് പേരുടെയൊക്കെ മെസ്സേജ് ഇങ്ങനെ കാണുന്നുണ്ട്. എവിടെ പോയി എനിക്കാണെങ്കിൽ അത് റിപ്ലൈ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ റിപ്ലൈ ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ വേറെ ഒന്നുമല്ല. എനിക്കത് റിപ്ലൈ ചെയ്ത് ഞാൻ എന്ത് എക്സ്പ്ലനേഷനാണ് പറയണ്ടേ ഒന്നും എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ഓർത്തു എന്തായാലും ഞാൻ കഴിഞ്ഞ് എൻ്റെ കൈ കിട്ടിക്കഴിയുമ്പം ഞാൻ ഒരു വീഡിയോ എന്തായാലും ചെയ്യുമല്ലോ, ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്യും, മൊത്തം കാര്യങ്ങൾ പറയട്ടെ. അപ്പം ഞാൻ ഓർത്തു അങ്ങനെ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയാമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഇത്രയൊരു ഗ്യാപ്പ് എടുത്തത്. എന്ന് വെച്ചാൽ ഗ്യാപ്പല്ല, ഇൻ ദ സെൻസ് ഞാൻ റിപ്ലൈ ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമിൽ. കാരണം എൻ്റെ ലൈക്ക് ലിറ്ററലി ഞാൻ രാത്രി കിടക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എനിക്ക് കിട്ടുമോ, ഇങ്ങനെ നെഞ്ചിലിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുക, ദൈവം എനിക്ക് അക്കൗണ്ട് കിട്ടുമോ. ഞാൻ ഇങ്ങനെ വിളിച്ച് എൻ്റെ ഫ്രണ്ട്സിനെ ഇങ്ങനെ ഉറപ്പിച്ചു അക്കൗണ്ട് കിട്ടുമോ, എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ഞാൻ കരയും, എനിക്ക് പറ്റില്ല, അങ്ങനത്തെ രീതിയിൽ എനിക്ക് അത്ര ഡൗണായി പോയിട്ടുണ്ടായിരുന്നു. ലിറ്ററലി ഞാനിപ്പോൾ മേക്കപ്പ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കും, എൻ്റെ ഡാർക്ക് സർക്കിൾസ്, എൻ്റെ കണ്ണൊക്കെ കുഴിഞ്ഞായിരുന്നു. ഞാൻ പാർവതിയുടെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് ആൻറ്റീനോട് ചോദിച്ചു, ആൻറ്റി അങ്ങനെ ചോദിച്ചാൽ ഇവള് മൊത്തം മാറിപ്പോയല്ലോ, കണ്ണൊക്കെ ഇങ്ങനെ മുഖമൊക്കെ കുഞ്ഞായിപ്പോയി. കാരണം എനിക്ക് ആ ഒരാഴ്ച എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ള വരേക്ക് നേരെ സ്വിച്ച് ആയല്ലോ. ഞാൻ പറഞ്ഞത് ഈ ഹാക്കായ ഫസ്റ്റ് ആഴ്ച എനിക്ക് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ എന്തൊക്കെയോ പോലെ ആയിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഫുഡ് കഴിക്കാനോ ഭയങ്കരമായിട്ടും ഇങ്ങനെ ഓവർ ഈറ്റ് ചെയ്യാൻ, എനിക്കിങ്ങനെ സ്ട്രെസ് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഞാൻ ഓവർ ഈറ്റ് ചെയ്യും. അപ്പോൾ ഒരാഴ്ച ഞാൻ ഭയങ്കര ഓവർ ഈറ്റ് ചെയ്ത് വയറൊക്കെ വീർത്ത് ഇങ്ങനെ ബ്ലോട്ടഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഞാൻ പിന്നെ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കും, ഞാൻ എന്തിനാ ഇത്ര ഫുഡ് കഴിച്ചു, ഞാൻ എന്തിന് ഇത്ര ഫുഡ് കഴിച്ചു എന്നിട്ട് റിഗ്രറ്റ് ചെയ്യുക. ഇത് തന്നെയായിരുന്നു ഒരു ലൂപ്പ്. അതിൻ്റെ കൂടെ ആണെങ്കിൽ കിട്ടുന്നുമില്ല, അക്കൗണ്ട് കിട്ടുന്നില്ല. ഇങ്ങനെ എന്താ പറയുക, ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, പിന്നെയും ട്രൈ ചെയ്ത് ഞാൻ സ്വപ്നം വരെ കണ്ടു ഗൈസ്. ഞാൻ ലിറ്ററലി ഒരാഴ്ചയിൽ മിക്ക ദിവസവും ഞാനിങ്ങനെ രാത്രി സ്വപ്നം കാണും, ഉറങ്ങാൻ പറ്റുന്ന സമയത്ത്. ഉറങ്ങുമ്പോൾ നല്ല ലേറ്റ് ആവുമായിരുന്നു, കാരണം ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്താ ചെയ്യുക. എന്നിട്ട് ഉറങ്ങുന്ന സമയത്ത് ഇതൊക്കെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്, എൻ്റെ അക്കൗണ്ട് കിട്ടാണ്ടാവുന്നത്, അക്കൗണ്ട് ആരും എടുത്തുകൊണ്ട് പോകണം, ഇതൊക്കെയാണ് എൻ്റെ സ്വപ്നത്തിൽ വരുന്നത്. കാരണം നമ്മൾ എന്തെങ്കിലും ആലോചിച്ച് കടന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി സ്വപ്നം കാണുന്നതാണല്ലോ പറയാം. അങ്ങനെ ഫൈനലി ഇന്നലെ രാത്രിയാണ് ഇത് എന്തൊക്കെയോ കൺഫ്യൂഷനായിരുന്നു. IP അഡ്രസ്സിൻ്റെ എന്തൊക്കെയോ കൺഫ്യൂഷൻ, ഈ കൺഫ്യൂഷൻ, ആഡ്സെൻസ്, അങ്ങനെ 100 കൺഫ്യൂഷൻ ആയ കാരണം ഇങ്ങനെ കിട്ടാണ്ടിരുന്നോണ്ടിരുന്നത്. ഫൈനലി ഇന്നലെയാണ് എനിക്ക് അക്കൗണ്ട് ഒന്ന് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. എൻ്റെ അമ്മേ, എനിക്ക് ആ കൈ കിട്ടിയ സമയത്തുണ്ടല്ലോ, ഞാൻ ലിറ്ററലി ഞാൻ പറഞ്ഞു 1 മാസം ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ടാണല്ലോ. അപ്പോൾ ഇന്നലെ ആ സംഭവം എനിക്ക് കയ്യിൽ ഇന്നലെ രാത്രി കിട്ടിയപ്പോൾ
എനിക്ക് സന്തോഷിക്കണോ അല്ലെങ്കിൽ എന്താ പറയുക, എന്താ ഇവിടെ നടക്കണേ, ഞാനിനി നിങ്ങളോടൊക്കെ ഒന്ന് പറയണ്ടേ ഇതൊക്കെ മൊത്തം, എന്താ സംഭവം, ഞാൻ എന്താ ചെയ്യണ്ടേ എന്നുള്ളൊരു തോട്ടാണ് എൻ്റെ മനസ്സിൽ ആദ്യം വന്നത്. അപ്പോൾ എനിക്ക് ആ സന്തോഷം ഭയങ്കരമായിട്ട് സന്തോഷിക്കാൻ ഇന്നലെ പറ്റിയില്ല എനിക്ക്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇന്നലെ രാവിലെ എണീറ്റപ്പോഴാണ് എനിക്ക് ഹിറ്റ് ചെയ്തത്, ഓക്കെ എനിക്ക് എൻ്റെ ചാനൽ തിരിച്ചു കിട്ടി, അത് പോയിട്ടില്ല. 1.5 വർഷത്തെ അധ്വാനം അല്ലെങ്കിൽ ഹാർഡ് വർക്ക് അത് എവിടെയും പോയിട്ടില്ല, നമുക്ക് തന്നെ തിരിച്ചു കിട്ടി എന്നുള്ള രീതിയിൽ. അപ്പം ഈ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ മറക്കത്തില്ല, ഒരിക്കലും. ലിറ്ററലി ഞാൻ കരഞ്ഞ് അത്ര ഞാൻ വിഷമിച്ചിട്ടുണ്ട്. എനിക്ക് പിന്നെ മനസ്സിലായി ഇങ്ങനെ എല്ലാവരും പറയും വാട്ട് എവർ ഹാപ്പൻസ് ദറ്റ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്ന്. ഞാനിത് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇത് വിശ്വസിച്ച് ഞാൻ മടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് എവർ ഹാപ്പൻസ് നല്ലതിനാണ് നടക്കണം എന്നുള്ളത് തോട്ട് വിശ്വസിച്ച് മടുത്ത് ഞാൻ ദൈവത്തിനെ വിളിച്ച് ദൈവമേ ഞാൻ പള്ളി വന്ന് നോവേനെ കൂടാ അല്ലെങ്കിൽ പള്ളി കുർബാന കൂടാന്ന് ഞാൻ പ്രാസൊരുമിറ്റേ പള്ളി കുർബാന കൂടാന്നൊക്കെ ഞാൻ ഫുൾ പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു ഒന്ന് എനിക്ക് ശരിയാക്കി താ പ്ലീസ് എന്നൊക്കെ പറഞ്ഞു. രാത്രി കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എന്നോട് തന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും, എൻ്റെ പൊന്നെ ഈശോ, എൻ്റെ പൊന്നെ കർത്താവേ, എന്താ ഞാൻ ചെയ്തത്, ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനത്തെ ഗതി വന്നത്. എന്നാലും ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കേണ്ട ഇവർക്ക് ഇത്ര അങ്ങോട്ട് ഇങ്ങനെ ആവേണ്ട ആവശ്യമുണ്ട്, ഒരു യൂട്യൂബ് ചാനലല്ലേ എന്ന്. പക്ഷേ ഗൈസ്, ഇത് ഈ യൂട്യൂബ് ചാനൽ എനിക്ക് ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ടാണ്. എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ എനിക്ക് വളരെ ക്ലോസ് ടു മൈ ഹാർട്ടാണ്. അപ്പം പെട്ടെന്ന് ഒന്നും ഇല്ലാണ്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു ഇതുണ്ടാവും. പിന്നെ ആണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ടോണി, അപ്പോൾ അവരാണെങ്കിലും വിളിച്ചിട്ട് എന്നെ പറയായിരുന്നു, അവരാശ്വസിപ്പിക്കുമായിരുന്നു, ഒന്നുമില്ല, എല്ലാം സെറ്റാവും എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിലും ഇങ്ങനെ കുറേ ആശ്വസിപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും നിന്ന് കുഴപ്പമില്ലടി എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞാണ് അവസാനം ഒന്ന് എന്താ പറയുക, ഒരു ധൈര്യമൊക്കെ വന്ന് ഞാൻ പറഞ്ഞു ഓക്കെ. കാരണം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നടന്നില്ലെങ്കിൽ നമ്മൾ വേറെ ഒന്നും ആലോചിക്കണം. ഇത് നടന്നില്ലെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ വേണം. കാരണം ഇതില്ലാന്ന് വെച്ചാൽ നമുക്കിങ്ങനെ തളർന്ന് അയ്യോ എന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമാണ്, നീ ഇപ്പം ഇത് പോയി എന്ന് വെച്ചാൽ തളർന്ന് കടക്കല്ല, പോയെങ്കിൽ നമ്മൾ പിന്നെയും തുടങ്ങും, നമ്മൾ പിന്നെയും സ്ക്രാച്ചിൽ തുടങ്ങും. നമ്മളൊന്നുകൂടെ ഞാൻ ശരിക്കും ആലോചിച്ചു ഒരു ചാനൽ കൂടെ അടുത്ത ചാനൽ തുടങ്ങിയാലോന്ന്. കാരണം ഒരാൾ നമ്മളെ ഡിഫീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ തളർന്ന് ഇങ്ങനെ കിടക്കുവാണെങ്കിൽ അങ്ങനെ കിടക്കാനേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ എണീറ്റ് നമ്മൾ ഫൈറ്റ് ചെയ്യുക, നമ്മൾ തിരിച്ചടിച്ച് കാണിച്ചു കൊടുക്കുക. കംബാക്ക് ഇസ് ഓൾവേസ് പവർഫുൾ എന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിച്ച് ആ വിശ്വാസം എൻ്റെ നിന്ന് പോയ സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയുന്നുണ്ട്, അമ്മയൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ അപ്പയൊക്കെ എല്ലാവരും എന്നോട് പറയുന്നുണ്ടായിരുന്നു, നീ വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുത്താലാണ് അവിടെ പരാജയമാകുന്നത്, നീ വിട്ടുകൊടുക്കരുത്. ഒരു ചാനൽ വന്നു, ഒരു ക്രൈസിസ് വന്നു, അത് പോയെങ്കിൽ നെക്സ്റ്റ് തുടങ്ങാം, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ആലോചിക്കുക. അപ്പം അങ്ങനെ കുറേ എന്താ പറയുക, നമ്മുടെ മനസ്സിനിങ്ങനെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു സമാധാനത്തിലായിട്ട് ഇന്ന് രാവിലെ എനിക്ക് ശരിക്കും ഹിറ്റായി. ഓക്കെ, നമുക്ക് ചാനൽ തിരിച്ചു കിട്ടി, എനിക്കിനി നിങ്ങളോട് സംസാരിക്കാം, നിങ്ങളുടെ കൂടെ പിന്നെയും എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇനി തുടങ്ങാം നമുക്ക്. ഇനി പണ്ടത്തെ പോലെ നമുക്ക് തുടങ്ങണ്ടേ, ഇവളെന്താ ഇതെന്താണ് ഇട്ട് തണ്ണിമത്തൻ അത് ഒലക്കാന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാം. ഐ എം വെരി മച്ച് റെഡി ഗൈസ്. ഞാൻ പിന്നെ വന്നേക്കുവാണ്. അപ്പം ഞാൻ വന്നതിൽ വിഷമമുള്ളവർക്ക് സോറി ഗൈസ്, ഞാനിവിടെ തന്നെ ഉണ്ടാവും, ഞാൻ പോകുന്നില്ല എവിടെയും. ഓക്കെ, അപ്പം ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഗൈസ് നമുക്ക് തിരിച്ചു കിട്ടി. ഐ എം ബാക്ക്. അപ്പം നമുക്ക് എന്തായാലും ഇത്രയായിരുന്നു ഈ വീഡിയോ ഉള്ളത്. ഇതാണ് ഈ ഒരു മാസം സംഭവിച്ചുകൊണ്ടിരുന്നത് മൊത്തം ഇതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്, നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചതിനും എല്ലാത്തിനും, നിങ്ങൾക്ക് വേണ്ടി വിഷ് ചെയ്തതിനും എല്ലാത്തിനും താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ, മിസ്ഡ് യു സോ മച്ച്. അതാണ് ലവ് യു ഓളിനെക്കാട്ടും കൂടുതൽ ഞാൻ നിങ്ങൾ ഒത്തിരി മിസ് ചെയ്തു കേട്ടോ, ഒത്തിരി മിസ് ചെയ്തു, ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ഗൈസ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. സീ യു ദി നെക്സ്റ്റ് വീഡിയോ. ഞാൻ ഉടനെ ഇനി നമ്മൾ ഇവിടെ ഫുൾ ട്രാവൽ ചെയ്ത് നമ്മൾ കോഴിക്കോട് അങ്ങ് പരുന്നുമാണ് കുറച്ച് ദിവസത്തേക്ക്. പറഞ്ഞ് ഞാനിവിടെ തിരിഞ്ഞ് നടക്കാനാണ് ഓർക്കുന്നത്. അപ്പം അതിനൊക്കെ ആയിട്ട് എന്താ പറയുക, നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ, ലവ് യു സോ മച്ച്, മിസ്ഡ് യു.